2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ടെസ്റ്റിന് സമയമായി. ഫുള്ള് ടെസ്റ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. 2500 ആ റേഞ്ച്. മറ്റേ ക്യാമറ 1000 രൂപ. ഓക്കെ, അതിനകത്ത് പിന്നെ ഡിസ്കൗണ്ടും വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ കുറച്ച് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ. ഇത് അത്യാവശ്യം ക്വാളിറ്റി കൂടിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം. നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന സാധനം. 1 ഇയർ വാറണ്ടി കൊടുക്കുന്ന. 1 ഇയർ വാറണ്ടി എന്തിനാ കുത്തി? നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ അൻഷാദ് നാസർ. ഇന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ബീച്ചിലാണ്. അപ്പം പുതിയൊരു 800 എടുത്തെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത വണ്ടിയല്ല. അപ്പം അതായത് പുതിയൊരു പരിപാടി തുടങ്ങി. വേറൊന്നുമല്ല, നമ്മുടെ ഈ ടെസ്റ്റിന് ഡേറ്റായ വണ്ടികൾ എടുത്ത് ഫുൾ റീസ്റ്റോർ ചെയ്ത് പുതിയ വണ്ടിയാക്കി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഞാനല്ല തുടങ്ങിയത്, എൻ്റെ അനിയനാണ്. അപ്പം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരുതി 800 ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. മാരുതി 800 2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ടെസ്റ്റിന് സമയമായി. ഫുള്ള് ടെസ്റ്റ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പെയിൻറ്റിങ് മാത്രം പുതുതായിട്ട് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റ്, ഈ ഒരു 800ൻ്റെ വൈറ്റ് പെയിൻറ്റ് ഫെയ്ഡ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് മതി. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തിൻ്റെ ഒരു വണ്ടിയാണ്. എന്താ പുള്ളിയുടെ പേരെന്താ ചോദിച്ചാൽ? അലോക് രവീന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതിൻ്റെ ഫുള്ള് ടെസ്റ്റിന് മുമ്പായിട്ടുള്ള വർക്കൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനിയൻ്റെ കടയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, മാരുതി 800ൻ്റെ താക്കോലാണ് വിത്ത് സെൻട്രൽ ലോക്ക്. അപ്പോൾ ഫുൾ പണികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എക്സ്റ്റീരിയർ വൈസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം നമ്മുടെ ഇജാസ് അനിയൻ പരിചയപ്പെടുത്തും. അവൻ തന്നെ വണ്ടി, ഇപ്പം നിങ്ങളുടെ വണ്ടി ഇപ്പോൾ 2007 എൻ്റെ വണ്ടിയാണെങ്കിലും ഫുൾ ടെസ്റ്റ് വർക്കും കാര്യങ്ങളും അവനെ ഏൽപ്പിക്കുക. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ പോകണതുകൊണ്ട് ആ ഒരു കാര്യം അവനെ ഏൽപ്പിക്കുക. അപ്പോൾ അതേപോലെ ഈ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് കഴിഞ്ഞ് വണ്ടി ഇൻറ്റീരിയർ ഉൾപ്പെടെ ഫുള്ള് ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടി നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മാറ്റി പുത്തൻ വണ്ടിയാക്കി തരും. അപ്പോൾ ഇജാസേ, ബാ നീ ഇങ്ങോട്ടും. കുറേ പ്രമോഷനായി, ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. 1 രൂപ എനിക്ക് തരുന്നില്ല. രക്ഷപ്പെടുമ്പോൾ എന്തെങ്കിലും തരണം. രക്ഷപ്പെട്ടില്ലേ ഇതുവരെ? നീ രക്ഷപ്പെടുമ്പോൾ തരാം. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇജാസ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ്? നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമ്മൾ വണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ലൈറ്റ് മാറിയിട്ടുണ്ട്. ഫുൾ സെറ്റ് ഹെഡ്ലൈറ്റ് ബൾബും എല്ലാം മാറിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഹോൺ, ബമ്പർ എല്ലാം വണ്ടിക്കകത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മളെ ബമ്പർ പെയിന്റ് ചെയ്തിട്ടുണ്ട്, രണ്ടാമത് പെയിന്റ് ചെയ്തത്. പിന്നെ ഈ പുൾബാറൊക്കെ നമ്മൾ അല്ലാതെ അത് സ്റ്റോക്ക് വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നേ. വീൽ ക്യാപ്പ് നമ്മൾ ചെയ്തതാ. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സെൻസർ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം വണ്ടിയുടെ പെയിന്റിങ്ങിന്റെ ആവശ്യമില്ലേ? പെയിന്റിങ് ചെയ്യേണ്ട ആവശ്യമില്ലേ ഈ വണ്ടിയിൽ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ പെയിന്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ടെസ്റ്റ് എന്തായാലും ഓൾമോസ്റ്റ് പാസ്സായി കിട്ടും. അതാന്ന് പറഞ്ഞാൽ പെയിന്റിങ്ങിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡെന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് പെയിന്റിങ്ങിൽ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ 800ൻ്റെ പെയിന്റ് ഫെയ്ഡ് ആയിട്ടില്ല. പെയിന്റ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പെയിന്റ് ഫെയ്ഡ് ആവാത്തോടത്തോളം കാലം നമുക്ക് ഈ ഒരു ടെസ്റ്റ് വളരെ സുഖകരമായിട്ട് തന്നെ പാസ്സായി കിട്ടും. അപ്പോൾ ബാക്ക് എക്സ്റ്റീരിയർ ആ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. സെൻസേഴ്സ് എത്ര സെൻസേഴ്സ്? 4 സെൻസേഴ്സ് ഇല്ലേ? അത്യാവശ്യം നല്ല താഴെ ആ ഒരു ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും തട്ടുന്ന നല്ല രീതിയിൽ സിഗ്നൽ സെൻസ് ചെയ്യുന്ന ടൈപ്പ് സെൻസറാണ്. ഓക്കെ, ഇതൊക്കെ ഏകദേശം എത്ര കോസ്റ്റ് വരുന്ന? നമുക്ക് ഒരു 1600 ആ റേഞ്ചിലൊക്കെ സെൻസർ വരത്തുള്ളൂ. സെൻസർ വിത്ത് ക്യാമറയൊക്കെ സെപ്പറേറ്റ് വരുന്നത്. ഇതാ ഈ ക്യാമറയോ? അതെ. ഈ ക്യാമറ ഇത് എത്രയാണ് വരുന്നത്? അത് വരുമ്പോൾ 1100 ആ റേഞ്ച് വരും. 1100 ആ റേഞ്ച് വരും. 1100 ആ റേഞ്ച് വരും. അപ്പോൾ ഈ സെൻസേഴ്സ് സെറ്റിൻ്റെ കിറ്റ് എന്തൊക്കെയാണ് വരുന്നത്? ഈ 4 സെൻസേഴ്സും ഡിസ്പ്ലേ, ഫ്രണ്ടിലെ ഡിസ്പ്ലേ, വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളെ ഒന്ന് പരിചയപ്പെടുത്താം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇജാസ്, ഈ പറയുന്ന ഈ ഡിസ്പ്ലേ ആണോ ആ മറ്റേ നമ്മുടെ സെൻസറിൻ്റെ കൂടെ വരുന്നത്? അല്ലല്ലേ, സെൻസറിൻ്റെ വരുന്ന LED ഡിസ്പ്ലേ വരും.
ആണ്ട ഈ LED ഡിസ്പ്ലേ. ഈ ഇത് തന്നെ ഇതെങ്ങനെ ഡിസ്പ്ലേ? ഓക്കെ. ഇത് പിന്നെ ആ റെഡ് പോയിന്റ് കാണിക്കും. ഓക്കെ. ഇപ്പോൾ അനിയ ആ ബാക്കിൽ ആ ഒരു സെൻസറിൻ്റെ അവിടെ ടച്ച് ചെയ്യും. അതാണ്ടോ ഒന്ന് ടച്ച് ചെയ്തേ. ഓക്കെ. അപ്പോൾ അത് പോയിന്റ് കാണിക്കും കണ്ടോ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു എന്തെങ്കിലും എന്തോ പ്ലസ് മൈനസ് ആണോ കാണിക്കുന്നത് അതിൻ്റെ അകത്ത്? അതിനകത്ത് ഗ്രീൻ, ഓറഞ്ച്, റെഡ് അങ്ങനെ വരും. ഓക്കെ. അപ്പം കുഴപ്പമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ ഓറഞ്ച് വരുമ്പോൾ എടുക്കാം, അത്യാവശ്യം എടുക്കാം. റെഡ് ആകുമ്പോൾ തട്ടാറായി ഏകദേശം ഒരു അടി ഗ്യാപ്പിൻ്റെ ആ ഒരു ഇത് വരും. ഓക്കെ. അതൊക്കെ കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ ആക്യുറേറ്റ് തന്നെയാണോ? അതെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു 4 സെൻസറും ഈ ഒരു യൂണിറ്റും കൂടെയാണ് നീ പറഞ്ഞ എത്ര റേറ്റ്? 1600. അപ്പോൾ ഇത് ക്യാമറ, ബാക്ക് ക്യാമറയും ഡിസ്പ്ലേ ആണ് വരുന്നത് അല്ലേ? ഇത് രണ്ടും ഒരു സെറ്റായിട്ടാണ് വരുന്നത്? ബാക്ക് ക്യാമറയും ഡിസ്പ്ലേ ഒരു സെറ്റായിട്ട് വരും. ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും കോസ്റ്റ്? ഒരു 3500 ആ റേഞ്ചിൽ വരും. ഓക്കെ. അപ്പോൾ ഇത് റിവേഴ്സ് ക്യാമറ മാത്രമായിട്ടല്ലേ ഉപയോഗിക്കാൻ പറ്റും, അല്ലാതെ നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിവേഴ്സ് ക്യാം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെത്ര, ഈ ഡിസ്പ്ലേക്ക് എത്ര രൂപ വില? 2500 ആ റേഞ്ച്. മറ്റേ ക്യാമറ 1000 രൂപ. ഓക്കെ. അതിനകത്ത് പിന്നെ ഡിസ്കൗണ്ടും വരും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ കുറച്ച് ലോ ക്വാളിറ്റി അല്ലേ? ഇത് കുറേ കൂടെ ക്വാളിറ്റി ഉള്ളത് വരുന്നു. ലോ ക്വാളിറ്റി എന്ന് പറയാൻ അത്യാവശ്യം നമുക്കിപ്പോൾ 800 ആയതുകൊണ്ട് അത്യാവശ്യം പിന്നെ വലിയ ഡിസ്പ്ലേ ഒന്നും വെക്കാനുള്ള ഇത് ഇല്ല അതിനകത്ത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വലിയ വണ്ടിയിലോ വേറെ ഏതൊക്കെ വണ്ടിയിലൊക്കെ നമുക്ക് അതിനനുസരിച്ച് അത്യാവശ്യം ക്വാളിറ്റിയിൽ ക്യാമറ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ വരുന്നുണ്ട്, ക്യാമറയും വരുന്നുണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൂടെ ചേർത്തിട്ടായിരിക്കും. അതെ. അപ്പം ആ ഒരു രീതിയിലുള്ള ഇതിപ്പം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലേ? വാറന്റി ഉള്ള സാധനം. ഇതെത്ര? 1 ഇയർ വാറന്റി. ഓക്കെ. അപ്പോൾ 1 ഇയർ വാറന്റി ഉണ്ട്. അപ്പോൾ റിവേഴ്സ് ഒക്കെ എടുക്കുന്നതിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്കത്തെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ നിങ്ങൾക്ക് വാങ്ങിച്ചു വയ്ക്കാം. അത് ഈവൻ നിങ്ങളുടെ എയ്സിലാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയിലും വെച്ചു. അതുകൊണ്ട് ആ ബാക്കിലൊക്കെ ഒരു കാറൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ ഈ ഒരു മാർക്കിങ് നമുക്ക് ഗുണമുണ്ടോ? ഈ റെഡ് ആകുമ്പോൾ നമ്മൾ തീരെ അടുത്തെത്താറായി. ഞാൻ അവിടെ നിൽക്കാം. ഓക്കെ. അപ്പോൾ ആ റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു അതാണ്ടോ റെഡ് കാണിക്കുന്ന. ഓക്കെ. അപ്പം അത് നല്ലൊരു മികച്ച രീതിയിൽ. പിന്നെ ഇതേപോലെ ഈ സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് ഇരുന്നത് തന്നെയാണോ? JBLന്റെ സ്റ്റീരിയോ വെച്ചതാ. ഇത് നമ്മുടെ എന്തൊക്കെ USB, ഓക്സ്, പിന്നെ FM, ബ്ലൂടൂത്ത് ഇതെല്ലാം കൂടെ ഉണ്ട്. ഇത് JBLന്റെ ഒറിജിനൽ സെറ്റ് അല്ലേ? ഒറിജിനൽ. എത്ര രൂപ വരും നമുക്ക് വില? ഇത് വരുമ്പോഴത്തേന് 4500 രൂപ ആ റേഞ്ച് വരും. 4500 രൂപ. 2 വർഷം വാറന്റി വരും. 2 വർഷം വാറന്റി ഉണ്ട്. വിത്ത് സ്പീക്കർ ഉൾപ്പെടെയാണ്? ഇല്ല. സ്പീക്കർ സെപ്പറേറ്റ്. ഫ്രണ്ട് സ്പീക്കർ വെച്ചത്, ബാക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു. ഫ്രണ്ട് സ്പീക്കർ ഏതിന്റെ തന്നെ? JBLന്റെ തന്നെയാണോ? അല്ല, JBL അല്ല, D ബേസിന്റെ ഒരെണ്ണം വെച്ചിരിക്കുന്നത്. അത് എത്ര രൂപ? 1100 ആ റേഞ്ച് വരുന്നു. ഓക്കെ. അപ്പോൾ ഒരു 2 സ്പീക്കറിനും കൂടെ? അതെ. അപ്പോൾ 2 സ്പീക്കറിനും കൂടെ ഈ JBLന്റെ തന്നെ സ്പീക്കർ ഇറങ്ങുന്നുണ്ടോ? JBLന്റെ സ്പീക്കർ ഉണ്ട്. JBLന്റെ സ്പീക്കർ വരുമ്പോഴത്തേന് 1800 2000 രൂപയ്ക്ക് മേളിൽ വരും അല്ലേ? ഓക്കെ. അപ്പം ഇന്റീരിയർ ഇതിന്റെ അകത്ത് നമ്മൾ ഇത്രയല്ലേ ചെയ്തിരിക്കുന്ന? പിന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് ഡോർ ഫ്ലാപ്പ്. ഇങ്ങോട്ടോ കേൾക്കാൻ പറ്റത്തില്ല, മൈക്ക് ഒരെണ്ണം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു മൈക്കും കൂടെ വെച്ചോളൂ. വേറെ ഒന്നുമല്ല, ഇത് ഇൻബിൽട്ടായിട്ട് ഒരു മൈക്ക് ഇതിനകത്ത് പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ടാണ്, സദയം ക്ഷമിക്കുക. നിങ്ങൾക്ക് സീറ്റ് കവറൊന്ന് ഞാൻ ഫുള്ള് ആ ഒരു ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡിൽ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവർ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ. ഇത് അത്യാവശ്യം ക്വാളിറ്റി കൂടിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം. നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്ന സാധനം. 1 ഇയർ വാറന്റി എന്തിനാ? കുത്തിക്കീറുന്നതിനൊന്നും കൊടുക്കില്ല. സ്റ്റിച്ചിങ്ങിന്, മെറ്റീരിയൽ എന്തെങ്കിലും പിന്നെ ഇതായാലും കളറിന് വാറണ്ടി ഇല്ല. അല്ലാതെ മെറ്റീരിയൽ പൊരിഞ്ഞളകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളെ പാൻറ്റിൽ ഇതുകൊണ്ട് കുത്തിക്കീറിയോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലേഡ് കൊണ്ട് കീറിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ഇല്ല. അല്ലാതെ 1 ഇയർ വാറണ്ടി സ്റ്റിച്ചിങ്ങിനും ഈ പറയുന്നത് പോലെ ഇത് പൊടിഞ്ഞു പോവുകയല്ല, മെറ്റീരിയൽ പൊടിഞ്ഞു പോവുകയോ പിന്നെ അങ്ങനെ കംപ്ലൈൻറ്റ് വരാറുണ്ട്? ഇല്ല, മെറ്റീരിയൽ കംപ്ലൈൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. ഓക്കെ. അപ്പം മെറ്റീരിയൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അതുകൊണ്ടാണ് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ സീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആമും നീ ചെയ്തതല്ലേ? ആംബ്രസ്റ്റും ചെയ്തതാണ്. അപ്പോൾ സീറ്റ് എന്തൊക്കെയാലും നല്ല വളരെ മികച്ച ആ ഒരു ബ്ലാക്ക് ലൈൻസും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ബാക്ക് സീറ്റ് ഒന്ന് കാണിച്ചു തരാം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ആർക്കും കാണുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം പോലെ തന്നെ വളരെ മികച്ച രീതിയിൽ ബാക്കിലത്തെ ആ ഒരു സീറ്റ് കവർ പല പല ഡിസൈൻ ഉണ്ടല്ലേ? നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ എത്ര കോസ്റ്റ് വരുന്നത്? ഏകദേശം ഒരു 5500 ആ റേഞ്ച് വരും. ആ റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറഞ്ഞതുണ്ട്, ഇതിലും കുറഞ്ഞതുണ്ടല്ലേ? അത് വാറണ്ടി ഒന്നും വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇതിലും കുറഞ്ഞ വാറണ്ടി. ഈ ഡോർ പാഡൊക്കെ ചെയ്തതല്ലേ നീ? അപ്പോൾ അതേപോലെ ഈ ഡോർ പാഡ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ്? ആംബ്രസ്റ്റ് ഇതെല്ലാം സെപ്പറേറ്റ് റേറ്റാ. അത് നമ്മൾ വണ്ടി ഇന്റീരിയറും വണ്ടി അനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും. ഈ ഡോർ പാഡ് ഇതിൻ്റെ കൂടെ വരുന്നതല്ലേ? അല്ല, ഡോർ പാഡൊക്കെ നമ്മൾ എക്സ്ട്രാ കോസ്റ്റാ. എക്സ്ട്രാ കോസ്റ്റ് വരും. അത് വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ലല്ലേ? ഡോർ ഫ്ലാപ്പിനും കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഡോർ ഫ്ലാപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ, അത് ഒരു ബോട്ടിൽ ഹോൾഡർ വെക്കുന്ന രീതിയിലോ? അത് കമ്പനി വരുന്ന നമ്മൾ ഈ വെളിയിലുള്ള റെക്സിനും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് കമ്പനി ഇതിന് കോമ്പിനേഷൻ ചെയ്തതല്ലേ? ഇപ്പോഴത്തെ ഉള്ളത് അതിനകത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ വയ്ക്കാൻ പറ്റുന്നതനുസരിച്ചിട്ടുള്ള ചെറിയൊരു ഫോൾഡർ മാത്രമാണ്. എന്തൊക്കെയായാലും സീറ്റ് കവർ വളരെ മനോഹരമായിട്ട് ഈ പറയുന്നത് പോലെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ ഈ വീൽ കപ്പൊക്കെ എത്ര മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? വീൽ കപ്പൊക്കെ നമുക്ക് ഒരു 600 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വീൽ കപ്പ് വരുന്നുണ്ട്. 600 മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വീൽ കപ്പ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരു ഡൗട്ട് കാണും. ഈ ഒരു നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. ഇപ്പോൾ ട്രാവൽ ഇപ്പം ഈ പറയുന്നത് പോലെ RTO സർവീസ് ഒന്നും ചെയ്യുന്നവർ പിന്നെ ഏജൻസി കൊടുത്ത് ചെയ്യണമെന്നുമില്ല. പക്ഷെ അതാണ് എളുപ്പം, ഏജൻസി കൊടുക്കുന്നതാണ് എളുപ്പം. നമുക്ക് ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. ആപ്ലിക്കേഷൻ ഫോം 25 വേണം. അതേപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, RC ബുക്ക്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മുടെ RC ബുക്കിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൂഫ് ഓഫ് ദ പേയ്മെൻറ്റ്, റോഡ് ടാക്സ് അടയ്ക്കണം. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ പറയുന്ന പോലെ ഒരു പാൻ കാർഡ്, പിന്നെ പാൻ കാർഡ് നമ്മുടെ ഓണറുടെ പാൻ കാർഡ്, അതേപോലെ തന്നെ കോപ്പി, ചേസിസിൻ്റെ പെൻസിൽ പ്രിൻ്റ് വേണം. ചേസിസിൻ്റെ എഞ്ചിൻ്റെ പെൻസിൽ പ്രിൻ്റ് വേണം. പിന്നെ സിഗ്നേച്ചർ, നമ്മുടെ ആ ഒരു ഓണറുടെ തന്നെ പേപ്പർ നമുക്ക് ഈ പറയുന്നത് പോലെ ആ ഒരു ഫോമിൽ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിന് ഇപ്പോൾ ഓണർ തന്നെ വരണമെന്നില്ലല്ലേ? ഓണർ ആ സിഗ്നേച്ചർ കൊടുത്താൽ സൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയണ്ട. വേറെ ഒന്നുമല്ല, ഈ ഒരു സർവീസ് ഇപ്പോൾ നമ്മുടെ അനിയൻ ഇപ്പോൾ ഒരുപാട് വണ്ടിയായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നീ ഇപ്പോൾ എത്ര 10-15 കൊല്ലമായില്ലേ? ഒരു 15 കൊല്ലം കൊണ്ട് ഈ ഒരു വണ്ടി ഫീൽഡിൽ തന്നെ അനിയനുണ്ട്. അപ്പം അവൻ ഒരുപാട് വണ്ടികൾ ഇതേപോലെ ഗൾഫിൽ സമയമൊന്നും ഒട്ടുമില്ലാത്ത നമ്മുടെ ഗൾഫ് സുഹൃത്തുക്കളുണ്ടല്ലോ, അവർക്കൊരു ഉപകാരം എന്നുള്ള രീതിയിൽ. നിൻ്റെ കൂടുതലും ക്ലയൻസ് ആയല്ലേ? ഇപ്പോൾ ഈ ഇടയ്ക്ക് അത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അത് നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്. ഒരു അംബാസിഡർ നീ റീസ്റ്റോർ ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, എൻ്റെ വണ്ടിയേ ഉള്ളൂ ഇനി റീസ്റ്റോർ ചെയ്യാൻ. ബാക്കി നാട്ടിലുള്ള വണ്ടികൾ മൊത്തം റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അംബ്രിയുടെ ടെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത മാസമോ. അപ്പോൾ എനിക്ക് പെയിൻറ്റിങ്ങിനും കാര്യങ്ങളും എല്ലാത്തിനും കയറ്റണം. അപ്പോൾ കളറിലൊക്കെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി വരും. ഇത് മറ്റേ അംബാസിഡർ പിന്നെ ഫുൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? അതെല്ലാം കഴിഞ്ഞ. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും. മറ്റേ അന്ന് നമ്മുടെ പഴയൊരു വീഡിയോയ്ക്ക് അത് ബാബു ആണ് അല്ലേ പുള്ളിക്കാരൻ്റെ. അതേപോലെ തന്നെ ഗൾഫിലിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വണ്ടി നീ പോയി പിക്കപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി എല്ലാം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരു മിഥ്യയായിട്ടുള്ള ഒരു ധാരണയുണ്ട്, വണ്ടി ടെസ്റ്റ് പാസ്സാവത്തില്ല. അപ്പോൾ 2007 മോഡൽ വണ്ടി ടെസ്റ്റിന് വേണ്ടി ഫുൾ ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് അടിയിൽ കുറച്ച് ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ആ ഒരു ലുക്കൊക്കെ ആ ഒരു ബ്രാൻഡ് ന്യൂ പോലെ തന്നെയാണ്. നല്ല ഒരു ഇതില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് കളർ ഫെയ്ഡൊന്നും ആയതുകൊണ്ട് ഇത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കളർ ചേഞ്ച് എല്ലാം ചെയ്ത് കൊടുക്കുക അല്ലേ? അത് നമുക്ക് ചെറിയൊരു തുക, എനിക്കൊന്ന് 1500-2000 രൂപ എന്താണ്ടേ ഉള്ളെന്ന് തോന്നുന്നില്ല കളർ ചേഞ്ച് ഇന്ന് കൊടുക്കുന്ന. അതെ, അത് കളർ അത് അവരുടെ ഇതിൻ്റെ പേപ്പർ വർക്കിൻ്റെ എന്തെങ്കിലും പേയ്മെൻറ്റ് വരുത്തതേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ പറയുന്നത് നമ്മുടെ എല്ലാം പറഞ്ഞില്ലേ, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? അപ്പോൾ ഇതിപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു കോസ്റ്റുകളൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് നമ്മുടെ പുള്ളിക്ക് നീ അലോക്കിന് ഡിസ്കൗണ്ടൊക്കെ കൊടുത്തോ? പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ. ഓക്കെ, അലോക്ക് എവിടെ? ആറ്റിങ്ങലിലാണോ? ആറ്റിങ്ങല.
ആറ്റിങ്ങലാണ്. അപ്പോൾ ഓൾ കേരള ലെവലിൽ എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ വരുമായിരിക്കും, വണ്ടി എടുക്കാനായിട്ട് കടയിൽ വരുമായിരിക്കും. വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും പറയാം. അപ്പം നിങ്ങൾക്ക് ഫുൾ വണ്ടി ടെസ്റ്റ് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് നല്ലൊരു ലുക്കിലാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സർവീസ് എനിക്ക് തോന്നുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപാട് വിൻറ്റേജ് വണ്ടിയും അതേപോലെ തന്നെ ടെസ്റ്റ് എടുക്കാൻ പോകണം സ്പെഷ്യലായിട്ട് കുറച്ച് അവർ സ്നേഹിക്കുന്ന വണ്ടികളൊക്കെ കാണും. ആ ഒരു വണ്ടികൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയനെ സമീപിച്ചാൽ മതി. അപ്പോൾ ഈ പറയുന്നത് പോലെ ഫുൾ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തി കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ അംബാസിഡർ കാറിൻ്റെയും ടെസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാനുവലായിട്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പോൾ RT ഓഫീസിൽ പോവുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുക, അത് കുറച്ച് ഇൻഫോർമേറ്റീവായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു രീതിയിൽ കുറച്ച് ആ ഒരു ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, പെയിൻറ്റിങ്, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ സെറാമിക് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അംബാസിഡറിൻ്റെ കാര്യം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, അൻഷാദ് എപ്പോഴാണ് നമ്മൾ അംബാസിഡർ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏതൊരു വണ്ടി വീഡിയോ ഇട്ടാലും അല്ലെങ്കിൽ ഒരു യൂസ്ഡ് കാർ വീഡിയോ ഇട്ടാലും ഫർണിച്ചറിൻ്റെ വീഡിയോ ഇട്ടാലും ജസ്റ്റ് ഒരു കമൻറ്റെങ്കിലും കാണും, ഇക്ക അമ്പിക്കുട്ടൻ എവിടെയെന്ന്. അത് ഭയങ്കര വലിയൊരു സന്തോഷമാണ്. എന്നെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വണ്ടിയെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ എവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ആദ്യം അൻഷാദ് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അമ്പിക്കുട്ടൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. ആ ഒരു വണ്ടിയെടുത്ത് എനിക്ക് ഒരുപാട് സ്നേഹം കൂടി വരികയാണ്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട വണ്ടികളുണ്ട്, നിങ്ങൾക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയറും കാര്യങ്ങളും ചെയ്ത് ഒരു ടെസ്റ്റിന് കണ്ടീഷനാക്കാതെ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് അടുത്ത 5 കൊല്ലത്തേക്കുള്ള പേപ്പർ ഉൾപ്പെടെ നിങ്ങളെ കയ്യിൽ വെച്ച് തരുന്ന ഒരു സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ തീരുകയാണ്. വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇജാസ് അനിയ ഒരു ബൈ പറ, ഒരു ജ്യൂസെങ്കിലും നീ വാങ്ങിച്ചാ വെക്കട്ടെ. ഒന്നും തരത്തില്ല കള്ളൻ. ബാക്കിയുള്ള എൻ്റെ കൂട്ടുകാരന്മാരെല്ലാം പൈസ തരും. അനിയനല്ലേ പോട്ട് ഇട്ട് ബൈ.